എല്ലാവർക്കും നമസ്കാരം. കാമാഖ്യ യാത്ര കഴിഞ്ഞ് നാട്ടിൽ ഞാൻ തിരിച്ചെത്തി. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാമാഖ്യയിൽ പോയവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം വിശ്വലത മാമിൻ്റെ ചാനലിൽ കാമാഖ്യ യാത്രയെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ തിക്കും തിരക്ക് പോയപ്പോൾ ആ കാര്യം ഞാൻ വിട്ടുപോയതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതെ വന്നത്. എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാമാഖ്യ യാത്ര. കാമാഖ്യ 2 ദിവസം കാമാഖ്യയിലുണ്ടായിരുന്നു. പിന്നീട് ദക്ഷിണേശ്വർ ക്ഷേത്രം കൽക്കട്ടയിൽ, പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സ്ഥലത്ത് പോയായിരുന്നു, കാളിഘട്ട്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് ആ ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. കൽക്കട്ട പോലുള്ള ഏരിയ, കൽക്കട്ട അല്ലെങ്കിൽ ആസാമിലാണ് ഈ സ്ഥലം, നമ്മുടെ കാമാഖ്യ ക്ഷേത്രം. ഗുവാഹട്ടി ആണ് എയർപോർട്ട്. ഗുവാഹട്ടിയിലാണ് ഉള്ളത്. ഗുവാഹട്ടി ആസാമിലാണ്. അപ്പോൾ കുറേ പേര് നമ്മുടെ വീഡിയോയിൽ കുറേ പേര് ഇങ്ങനെയുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ കുറേ പറയാം. അപ്പോൾ എവിടെയാണ് സ്ഥലം എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എനിക്കധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല. വാസ്തവം പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ചെയ്യണം, കാമാഖ്യയെ പറ്റിയുള്ള അറിയാവുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ യാത്ര പോയാൽ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അനുഭവം അവിടെ നിന്ന് കിട്ടില്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. കാരണം ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ നമുക്കൊന്ന് മൂവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. യഥേഷ്ട അമ്പലത്തിൽ കയറി തൊഴാനായിട്ട് അതും സാധിക്കില്ല. തിക്കും തിരക്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഒരു 4-5 ചെറിയ ഷോർട്ട് വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചുള്ളൂ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വീഡിയോസിൽ കൂടി എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് പറയാനായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ അനുഭവങ്ങളൊന്നും എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും പറയാനായിട്ട് സാധിച്ചില്ല, റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. എനിവേ അനുഭവങ്ങൾ നമുക്ക് പറയാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാമാഖ്യ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ കാമാഖ്യ എന്നുള്ള വാക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് കുറേ ആളുകൾ കമൻ്റ് ഇട്ടുണ്ടായിരുന്നു. അത് തമാശയായിട്ടേക്ക് തോന്നി. കാമാഖ്യ എന്നാണ് പേര്. ഞാനത് ടൈപ്പ് ചെയ്തിട്ടപ്പോൾ കാമാഖ്യ എന്നായിപ്പോയി. ഒരു അക്ഷരം ടൈപ്പ് ചെയ്ത് ആ തിക്കും തിരക്കിൽ ഇരുന്നിട്ട് ഞാൻ ഒരു അക്ഷരം ടൈപ്പ് ചെയ്ത് അവിടെ നിന്ന് ഇരുന്നിട്ടാണ് വീഡിയോ അയക്കുന്നത്, സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അക്ഷരത്തിൽ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് കണ്ടപ്പോൾ എനിക്ക് വസ്തുത ശരിയാണ് വന്നത്. കാരണം നിങ്ങൾ ആ ഒരു അക്ഷരത്തിലല്ല, ആ ഒരു നോളജ് അല്ലെങ്കിൽ ആ ഒരു അനുഭവം ഷെയർ ചെയ്യുന്നത് നിങ്ങൾ കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യമായിട്ട് എടുക്കേണ്ടത്. അല്ലാണ്ട് നിസ്സാരമായൊരു അക്ഷരത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ പോയി പഠിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നത് അത് വളരെ തമാശയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ഞാൻ തമാശ എടുത്തിട്ടുള്ളൂ. എനിവേ നിങ്ങൾ അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കമൻറ്റുകൾ ഒഴിവാക്കിക്കൂടെ. കാരണം ഒരു ദൈവികമായ ഒരു കാര്യമാണ്, നമ്മൾ ഒരു തമാശ കളിക്കുന്നൊരു കാര്യമല്ല അത്. കാരണം അത്തരം ഒരു ക്ഷേത്രം പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എളുപ്പത്തിൽ പോകാൻ പറ്റാത്തൊരു ക്ഷേത്രം. നമ്മുടെ മൂകാംബിക അമ്പലത്തിൽ പോകുന്നതിനേക്കാളും പ്രയാസമാണ് ഈ അമ്പലത്തിൽ എത്തിപ്പെടാൻ. എത്രയോ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട് ആ ക്ഷേത്രത്തിലേക്ക്. നിങ്ങളതിനെ റെസ്പെക്റ്റോട് കൂടിയിട്ട് ബഹുമാനത്തോട് കൂടി മാത്രം കാണുക. എന്തായാലും മാത്രമേ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ സാധിക്കത്തുള്ളൂ. പിന്നെ തമാശയായിട്ട് എൻ്റെ വീഡിയോസിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കമൻറ്റുകൾ പരമാവധി ഇതാക്കി ശ്രമിക്കുക. കാരണം ആവശ്യമില്ലാത്ത ആളുകൾ വന്നിട്ട് കമൻറ്റ് ഇടാതിരിക്കുക ദയവ് ചെയ്ത്. കാരണം ഇത് ദൈവീയമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശാക്തി ഉള്ള അല്ലെങ്കിൽ ശാക്തേയമായ രീതിയിലുള്ള പൂജകൾ അല്ലെങ്കിൽ ശാക്തേയമായ ദേവതയാണ്. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറയാം, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കമൻറ്റുകൾ ഇടാൻ ശ്രമിക്കുക. അത്രയും ഞാനിവിടെ പറയുന്നുള്ളൂ. എനിവേ നമ്മൾ നാട്ടിൽ ക്ഷേത്രങ്ങളെപ്പറ്റി നമുക്കൊരു ധാരണയുണ്ട്. അവിടെ ചിട്ടകൾ, നോൺ വെജ് ആ ഭാഗത്തേക്ക് അടുക്കാൻ പാടില്ല, നോൺ വെജ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പച്ചക്കറി മാത്രം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്രതം എടുത്തുകൊണ്ട് ശുദ്ധിയോടുകൂടി, ശുദ്ധി എന്നുള്ള വാക്ക് അല്ലേ. അപ്പോൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ആളുകൾ ഒന്ന് കമൻറ്റ് ഇടുമെന്ന് എനിക്കറിയാം. കാരണം നമ്മളെ ആളുകൾ പൊതുജനം പലവിധം എന്ന് പറയും. പക്ഷേ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലുണ്ടാവും കാമാഖ്യയിൽ പോകുമ്പോൾ നിങ്ങൾ നൊയമ്പെല്ലാം എടുത്ത് വ്രതശുദ്ധിയൊക്കെ ആയിട്ട് എടുത്തിട്ട് വേണം പോകാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളതെല്ലാം എടുത്തിട്ട് അവിടെ ചെല്ലും. ഇതറിയാത്ത ഒരു രഹസ്യമാണ്, അല്ല നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യമായിട്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്. അവിടെ നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്ഷേത്രം നടക്കുന്നത് എന്താണ്.
അവിടുത്തെ സമ്പ്രദായം എന്താണ് എന്നുള്ളത്. ഇതാരും ഇതിനെപ്പറ്റി വീഡിയോസോ കാര്യങ്ങളൊന്നും ആരും ചെയ്യൂല, കാരണം അതങ്ങനെയാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അവിടെ എന്താ പറയുന്നത്. അവിടെ ശാക്തേയ പൂജകൾ, അതിൻ്റെ കൃത്യമായ വാക്ക് ഇത് തന്നെയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് മൃഗബലികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ് അത്. ആ നോർത്ത് ഈസ്റ്റേൺ സൈഡിലേക്ക് ചെന്നാൽ അവിടെ ബലിയില്ലാത്ത, മൃഗബലി ഇല്ലാത്ത ഒരു പരിപാടിയില്ല, ഒരു അമ്പലത്തിലും ഇല്ല. ഏത് അമ്പലത്തിൽ പോയിക്കോ അവിടെ എല്ലായിടത്തും മൃഗബലിയുണ്ട്. എത്ര പവർഫുള്ളായിട്ടുള്ള ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ കാൽ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ദക്ഷിണകാളിയോ മഹാകാളിയോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ബലി കൊടുക്കുന്ന ഈ ഷേപ്പിലുള്ളൊരു പ്രത്യേക രീതിയിലുള്ള ഒരു സാധനം പുറത്ത് ദേവിയുടെ നടയുടെ നേരെ മുമ്പിൽ പുറത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഈ ഷേപ്പിലുള്ളത് ഇങ്ങനെയുള്ള സാധനം. ഇതിനകത്ത് ഇങ്ങനെ ആടായാലും പോത്തായാലും തല ഇന്നത്ത് വെച്ചിട്ടാണ് അത് വെട്ടുന്നത്. അത് നിങ്ങൾക്ക് നിരവധി ഇതുപോലുള്ള മൃഗബലികൾ നിങ്ങൾക്ക് നേരിട്ട് ദർശിക്കാൻ പറ്റും. പക്ഷേ ഞാനത് ആദ്യം ഇതിനെപ്പറ്റി കേട്ടപ്പോൾ ഇതിങ്ങനെയൊക്കെ എന്താ പറയുക, ഒരു ജീവിനെ ഇങ്ങനെ ബലി കൊടുക്കുന്നത് എങ്ങനെയാണത് ശരിയാവുക എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ അവിടെ നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെ മഴയുണ്ട്, ഈ മൃഗങ്ങളുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളറിയില്ല നടക്കുമ്പോൾ, നിങ്ങൾ അതിൻ്റെ മുകളിലാണ് നടക്കുന്നത്. അവിടെ ഒരു അശുദ്ധിയോ ഒന്നും നമുക്ക് തോന്നില്ല. ആ അമ്പലത്തിൻ്റെ ചൈതന്യവും ആ ഒരു പവറും നിങ്ങൾ ആ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലോട്ട് കയറി വരും, നിങ്ങളുടെ ബോഡിയിലോട്ട് കയറി വരും. നിങ്ങൾ ഒന്നും അറിയണില്ല, ഇതൊന്നും കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും തോന്നത്തില്ല. അതുപോലെ തന്നെ ഈ പോത്തിൻ്റെ എല്ലാം തല കട്ട് ചെയ്തിട്ട് അവിടെ എല്ലാ ക്ഷേത്രങ്ങളിലെ നടക്കിൽ വെച്ചിട്ടുണ്ടാവും. അതായത് പ്രതിഷ്ഠ, ഇപ്പോൾ പ്രതിമയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ഈ സാധനം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കൺസെപ്റ്റ് മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന അമ്പലങ്ങളാണ് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഉള്ളത്. നോർത്ത് ഈസ്റ്റേൺ സ്ഥലങ്ങളിലെല്ലാം ഉള്ളത് ഇതേപോലുള്ള സമ്പ്രദായമാണ്. അപ്പോൾ കുറേ ആളുകൾ ഇതേപോലെ ഇത്തരം കാര്യങ്ങൾ അന്യായമാണ്, പാവപ്പെട്ട മൃഗങ്ങളെ ബലി കൊടുക്കുകയാണ്, ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതിനൊരു മറുവശം കൂടെ ഉണ്ട്. ഞാൻ അവിടെ ഇരുന്നപ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ആ ഒരു മൃഗം ഒരു സോളാണല്ലോ, ഒരു ആത്മാവാണ്. ആ ആത്മാവിനെ ദേവിയുടെ മുന്നിൽ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ, അറിവാണ്, എൻ്റെ ഒരു ഇൻഡ്യൂഷനിൽ വന്നൊരു കാര്യമാണ്. ദേവിയുടെ മുന്നിലാണ് കട്ട് ചെയ്യുന്നത്, മോക്ഷത്തിലേക്ക് അതിനെ പറഞ്ഞയക്കുന്നു. അപ്പോൾ അതിന് മോക്ഷം കിട്ടുന്നു, അല്ലെങ്കിൽ അതിന് ഏതാണ് ഒരു ഉയർന്ന തലത്തിലേക്ക് ആ സോൾ ഉയർന്നു പോകുന്നു. അത്ര എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എൻ്റെ ഒരു ഇൻഡ്യൂഷനിൽ വന്ന കാര്യമാണ്. പക്ഷെ അത് നിങ്ങളെങ്ങനെ അതെടുക്കുന്നു, നിങ്ങളെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല. ഞാൻ കണ്ട കാര്യം പറയുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ കറുത്ത ആടുകൾ, താറാവ്, മത്സ്യം, പ്രാവ്, ഇത്തരം ജീവികളെല്ലാം അവിടെ ബലി കൊടുക്കുന്ന കർമ്മങ്ങളെല്ലാം നേരിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു 18 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് ഉള്ള ആളുകൾക്കെല്ലാം ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ഇവരെല്ലാം ശ്രീവിദ്യ ഉപാസകന്മാരും അതേപോലെ ഒരുപാട് ധ്യാനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം, പലർക്കും അറിവുള്ളവരാണ്, ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന ആൾക്കാരായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയൊന്നുമില്ല. ഓൾറെഡി ഇതിനെപ്പറ്റി ഞങ്ങൾ കൊണ്ടുപോകുന്ന ആ ഗൈഡിനെ പറ്റിയൊക്കെ ഇവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന പോലെയാണ് കാര്യങ്ങൾ, നിങ്ങൾ വിചാരിക്കുന്ന കേരളത്തിലെ സമ്പ്രദായമല്ല അവിടെ ഉള്ളത്, കൺസെപ്റ്റ് തന്നെ മാറുന്ന കാര്യമായിരിക്കും എന്നൊക്കെ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരപ്പോഴും കാമാക്യ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്, അവിടെ പോയിരിക്കും എന്നുള്ള മട്ടിലാണ് എല്ലാവരും ഒരേപോലെ ഉള്ള വൈബ്രേഷനുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായില്ല. ആൾക്ക് അങ്ങനെ അതിനെപ്പറ്റി ഒരു ചിന്തയോ സംസാരമോ ഒന്നും ഉണ്ടായില്ല. പിന്നെ അവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഗൂഗിളടിച്ചാൽ കാണാൻ പറ്റും, അവിടെ ആ ഒരു യോനിഭാഗം സതിദേവിയുടെ യോനിഭാഗം വന്ന് വീണ സ്ഥലമാണെന്നാണല്ലോ പറയുന്നത്. അതിൻ്റെ ഒരു വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ജലം ഒഴുകി ഇങ്ങനെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കവിടെ അതിനുള്ളിൽ ഇരുട്ടാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് കടന്നു കഴിയുമ്പോഴും അതിനുള്ളിൽ ഭയങ്കര ഡാർക്ക്നെസ്സാണ്, നമുക്കൊന്നും കാണാൻ പറ്റില്ല. ആ വിളക്ക് മാത്രമേ ഉള്ളൂ. അതിനെ പൂജാരനെ കാണാൻ പറ്റും, നമ്മുടെ കുറേ പുഷ്പങ്ങൾ, പിന്നെ ഒരു കുഴി പോലെ ഒരു പാറ പോലെ സംഭവമുണ്ട്. അത്രേ ഞാൻ കണ്ടുള്ളൂ, എനിക്കത്രേ കാണാൻ പറ്റുള്ളൂ. അത് വെള്ളം ഒഴുകി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ദേവി പീരീഡ്സ് ആവുന്ന അമ്പുവാച്ചി എന്ന് പറയുന്ന ആ ഒരു ഉത്സവമുണ്ട്. അതിപ്പോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ.
ഇപ്പോഴും അതിൻ്റെ ആ ഒരു അവശിഷ്ടങ്ങളെല്ലാം ഈ പാറകളിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഒഴുകി വരുന്ന റെഡ് കളറിലുള്ള ആ ഒരു ദ്രാവകം, അതെന്താണ് പ്രതിഭാസം എന്നുള്ളത് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ സമയത്ത് മാത്രമാണ് അത് ഉണ്ടാകുക, ദേവിക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത്. ആ സമയത്ത് ഒരുപാട് ആളുകൾ അവിടെ വരും ഉത്സവത്തിന്. അപ്പോൾ അതിൻ്റെ ഒരു പട്ട് വെച്ചിട്ട് എന്തോ ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ പ്രസാദമായിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ 2 പ്രാവശ്യം കിട്ടി. ചെറിയ ഇത്രയുള്ളൊരു പട്ടിൻ്റെ കഷ്ണം അതിനകത്ത് മുക്കിയിട്ടുള്ള ആ ഒരു പ്രസാദമായിട്ട് നമുക്കവർ തരുന്നുണ്ട്. പിന്നെ അവിടെ 3 പ്രതിഷ്ഠകളാണ് ഉള്ളതെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ. അതായത് 3 സങ്കല്പങ്ങൾ. അതായത് ദശമഹാവിദ്യകളിൽ 3 പ്രസൻസ് അതിൻ്റെ ഉള്ളിൽ. 2 ഇതുണ്ട്, പീഠമുണ്ട് എന്ന് വെച്ചാൽ ശക്തിപീഠം. ആ 2 പ്രതിഷ്ഠകൾ സ്വയംഭൂവായിട്ടുള്ളതാണ്. അത് എനിക്കത്രയും കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് കൂടുതൽ വർണ്ണിക്കാൻ അറിഞ്ഞൂടാ. കാരണം പുഷ്പങ്ങളൊക്കെ വെച്ച്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ജലം നിറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ആദ്യം ചെന്നപ്പോഴും ജലം ഉണ്ടായില്ല. ഞാൻ ആദ്യം ഫസ്റ്റ് ഡേയിൽ ഞാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് 3000 രൂപ കൊടുത്തിട്ടാണ് കയറിയത്. അവിടെ ഈ പോത്തിനെയൊക്കെ വെട്ടുന്ന പൂജാരികളുണ്ട്, ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നവരുണ്ട്. അതിനകത്ത് ഒരാളാണ് ഞങ്ങളെ കയറ്റി തന്നത്. പുള്ളി ഞങ്ങളുടെ കൂടെ ഉള്ളിൽ വന്ന് അവിടെ കൊണ്ടുവന്ന് തൊഴിച്ച് പുറത്താക്കി. ഒരാൾക്ക് 3000 രൂപ. അപ്പോൾ ഞങ്ങൾ 4-5 പേര് ഒന്നിച്ചാണ് കയറിയത്. ബാക്കിയുള്ള ആൾക്കാർക്ക് 500 രൂപയുടെ ടിക്കറ്റ്, 550 രൂപ നമുക്ക് ഓൺലൈനിൽ എടുക്കാൻ പറ്റും. രാത്രി 12 മണി സമയത്താണ് അത് സൈറ്റ് ഓപ്പൺ ആവുന്നത്. 550 രൂപയുടെ ടിക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പോയപ്പോൾ തിരക്കത്തിൽ കുറവായിരുന്നു. ഒരു 3 മണിക്കൂർ കൊണ്ട് കയറി തൊഴുത് ഇറങ്ങി വന്നു. എന്താ ഒരു ഹോളിലോട്ട് കയറ്റി ഇരുത്തിയാണ് അവർ, തിരുപ്പതിയിലൊക്കെ മോഡലിൽ. എന്നിട്ട് കറക്റ്റ് സമയമാകുമ്പോൾ ഇപ്പോഴത്തെ കഴിയുമ്പോൾ അവിടെ തുറന്ന് നേരെ വിടുകയാണ്. അപ്പോൾ നമുക്ക് വലിയ തിക്കും തിരക്കില്ലാണ്ട് കയറി തൊഴാൻ പറ്റും. 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂജാരിനെ ഒന്ന് പിടിച്ചിട്ട് ചാക്കിട്ടിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അവർ സമ്മതിക്കില്ല, ചില സമയത്ത് കയറ്റി തരും. അപ്പോൾ ഈ പറയുന്ന പോലെ കുറച്ചുകൂടി ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് കയറി തൊഴാനായിട്ട് സാധിക്കും. തിക്കും തിരക്കും ഇല്ലാതെ തൊഴുതു പോരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 4-5 പേര് അങ്ങനെ 3000 രൂപ കൊടുത്തിട്ടാണ് കയറിയത്. പിന്നെ അവിടെ ഗണപതിയുടെ ഒരു പ്രതിഷ്ഠ സൈഡിലായിട്ടുണ്ട്. ഒരു കുളമുണ്ട്. കുളത്തിന് വളരെ പ്രത്യേകത എനിക്ക് തോന്നി. അവിടെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നോക്കിയിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ 3 മഹാവിദ്യകളിൽ 3 പ്രതിഷ്ഠ അതിൻ്റെ ഉള്ളിലുണ്ട്. ബാക്കി 7 പുറത്തായിട്ട് വേറെ അമ്പലം, ബഗിളാമുഖി, ചിന്നമസ്ത അങ്ങനെയുള്ളതിനൊക്കെ വേറെ അമ്പലങ്ങളുണ്ട്. പക്ഷെ അവിടെ എല്ലാത്തിലും ഞങ്ങൾക്ക് പോകാനുള്ള സമയം കിട്ടിയില്ല. കാരണം നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കുറച്ച് സമയം കൂടി പ്ലാൻ ചെയ്ത് പോകണം. കാരണം തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ 2 ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ഡേയ്സ് കണക്കാക്കി പോവുക. ടിക്കറ്റൊക്കെ എടുക്കുമ്പോൾ അത് കണക്കാക്കി എടുക്കുക. കാരണം നിങ്ങളുടെ കാര്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ സ്റ്റേ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഒരു ദിവസം കൂടി എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ കിട്ടില്ല. അപ്പോൾ ഒരു ദിവസം കൂടി പ്ലസ് ചെയ്ത് നിങ്ങൾ ഇത്രയും ദൂരത്തിലേക്ക് പോകുന്നതുകൊണ്ട് 1 ഡേയും കൂടി പ്ലസ് ചെയ്ത് പോവുക. മിക്കവാറും നിങ്ങൾ പോവുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാമാഖ്യ പോവുകയാണെന്നുണ്ടെങ്കിൽ കാമാഖ്യ മാത്രമായിട്ട് പോവുക. ഒരു 3 ഡേയ്സ് പ്ലാൻ ചെയ്ത് പോവുക. ഞങ്ങൾ 2 ഡേയ്സ് ആയിരുന്നു. 2 ഡേയ്സ് അവിടെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 ഡേയ്സ് കൊണ്ട് അത് പൂർണ്ണമായില്ല. അപ്പോൾ ഒരു ചിന്നമസ്തയുടെ ഒരു ദർശനം കൂടി ഞങ്ങൾക്ക് കിട്ടാണ്ട് വന്നു. പിന്നെ അതുപോലെ ഒരു കാലഭൈരവൻ്റെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ട് കാടിനകത്ത്. അവിടെയും കൂടി പോകണമെന്നാണ് പറയണത്. കാരണം അത് മടങ്ങി വന്നപ്പോഴാണ് അതിനെപ്പറ്റി മനസ്സിലാക്കിയത്. അവിടെ കൂടി പോകണമെന്നാണ് പറയണത്. പിന്നെ രണ്ടാമത് ഇനി വീണ്ടും അവിടെ അങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. എന്നാലും പോകണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത ഒരു ട്രിപ്പും കൂടി പോകാനുള്ള പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, താല്പര്യമുള്ളവർക്ക് അറിയിക്കാം. അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് പോണ സമയം എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജ് അയക്കാം. കാരണം ഇത് ചെറിയ ഗ്രൂപ്പാണെങ്കിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആത്മീയതയിലുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അല്ലാതെ ഒരു ടൂറ് പോകുന്ന രീതിക്കുള്ള പരിപാടിയല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ധ്യാനം ചെയ്യുക കുറച്ച് നേരം, അതേപോലത്തെ ആളുകൾക്കാണ് നമ്മൾ പരിഗണന കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരാളുണ്ട്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ വീഡിയോ. അദ്ദേഹം നല്ലൊരു സ്പിരിച്വലായിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്, ഉപാസകനാണ്. അപ്പോൾ നമ്മളുടെ കൂടെ അദ്ദേഹം ഉണ്ടാവും. അങ്ങോട്ടും പോകുമ്പോഴും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും പുള്ളി. അതെല്ലാം അമ്പലത്തിൽ കൊണ്ടുപോകും, ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും പുള്ളി തന്നെ ചെയ്യും. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 43,500 രൂപയായിട്ട് ചിലവായി ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പാക്കേജിൽ. പിന്നെ വേറെയുള്ള നമ്മളുടെ ചിലവുകൾ വേറെ. പക്ഷേ റൂം, ഫുഡ് എല്ലാം അതിൽ പെടും. ഫ്ലൈറ്റ് ചാർജ് എല്ലാം പെടും. ഫ്ലൈറ്റ് പാക്കേജ് മാത്രമേ പുള്ളി ചെയ്യുന്നുള്ളൂ. ഫ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് നേരെ
ഗുവാഹട്ടി ആയിരുന്നു ഫ്ലൈറ്റ്. ഇപ്പോൾ രാവിലെ പോയാൽ വൈകുന്നേരം ആകുമ്പോൾ എത്തുള്ളൂ. ഒരു ഈവനിങ് 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ എത്തുള്ളൂ. പിന്നെ ഈ ഗുവാഹട്ടി ഭയങ്കര തിക്കും തിരക്കുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ പോകുന്നവർ ശ്രദ്ധിക്കുക, നല്ല തിക്കും തിരക്കുമാണ്. സമയം ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ കവർ ചെയ്ത് ഇപ്പോൾ 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട് ചിലപ്പോൾ 1.5 മണിക്കൂർ എടുക്കും. അതേപോലത്തെ ചില നെഗറ്റീവായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായി. അത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല, അവിടുത്തെ ഹെവി ട്രാഫിക്കാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നല്ല മഴയുള്ള സ്ഥലമാണ്. മഴക്കാലത്ത് പോയാൽ നല്ല മഴ, വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡെല്ലാം ബ്ലോക്ക് ആവും. അതുകൊണ്ട് അതെല്ലാം പ്ലാൻ ചെയ്ത് മാത്രമേ നിങ്ങൾ പോവുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കവർ ചെയ്ത് തിരിച്ചു വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഒരു ഡേയും കൂടി എക്സ്ട്രാ നിങ്ങൾ കണക്കാക്കി വേണം പോകാനായിട്ട്. അപ്പോൾ ഈ മഹാവിദ്യകളിൽ ബാക്കിയുള്ളതിൽ ബഗളാമുഖിയുടെ ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ മാതങ്കിയുണ്ട്, ചിന്നമസ്തയുണ്ട്, അപ്പോൾ താരാദേവിയുടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഈ ഭുവനേശ്വരിയും ഈ ബഗളാമുഖിയുടെ ക്ഷേത്രം എടുത്തു പറയത്തക്ക കാര്യങ്ങളുണ്ട്. കാരണം അവിടെ ഭയങ്കരമായ പവറാണ് രണ്ടുപേർക്കും ഫീൽ ചെയ്തത്. കുറേ സമയം സ്പെൻഡ് ചെയ്തു അവിടെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു 2 മണിക്കൂർ വെച്ചിട്ടെങ്കിലും ഓരോ ഈ ക്ഷേത്രങ്ങളിലും പുറത്തുള്ള അമ്പലങ്ങളിലും മെഡിറ്റേഷൻ ചെയ്യാവുന്ന രീതിയിൽ പോവുക, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ചെന്ന് കണ്ട് ഓടി പോവുകയല്ല വേണ്ടത്, അവിടെ ഇരിക്കുക. ഇപ്പോൾ ഈ ബഗളാമുഖിയുടെ ക്ഷേത്രത്തിൽ ഒരു ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്, ഭയങ്കര പവർഫുള്ളാണ്. അതേപോലെ തന്നെ അവിടെയും ഈ അംബുവാച്ചിയുടെ ആ ഒരു മലയാണ്, ചെറിയ മലയുടെ സൈഡിലായിട്ടാണ് ഇത് പണിതേക്കണത്. അപ്പോൾ ആ ദേവി ആ മലയിലാണ് ഇരിക്കുന്നത്, ഈ ബഗളാമുഖി. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഈ അംബുവാച്ചി അവിടെയും ഉണ്ട്. അവിടെയും ഈ മലയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് അതിൻ്റെയൊക്കെ പാടുകൾ കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പോഴും ഉത്സവം കഴിഞ്ഞിട്ടും അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് അതൊരു മഹാത്ഭുതമാണ്. അതേപോലെ ഈ മഹാവിദ്യകളുടെ ഓരോന്നിൻ്റെയും പ്രതിഷ്ഠ അവിടെ ഉണ്ട്. അവിടുത്തെ പ്രതിഷ്ഠയെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ അമ്പലങ്ങളിലത്തെ പ്രതിഷ്ഠയുടെ അവിടെയൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന വൈബ്രേഷൻ എനർജി ഇവിടെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്നാൽ നമുക്ക് ഒരിക്കലും അതിന് നമുക്ക് ഒരു കമ്പാരിസൺ പോലും പറ്റത്തില്ല. ബംഗാളി സ്റ്റൈലിലുള്ള ഒരു പ്രതിഷ്ഠയെ പറ്റി നിങ്ങൾക്ക് അറിയാം. അവരൊരു പ്രതിമ പോലെ ഉണ്ടാക്കി വെക്കുന്നു, സിമെൻ്റ് ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ അതിനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിലെന്തോ അവർ ചെയ്യുന്നു. പക്ഷേ വേറെ ഒന്നുമില്ല. അതിൻ്റെ ചൈതന്യം, അതിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമാണ്, അതിഭയങ്കരമാണ് എന്ന് തന്നെ പറയണം. ഞാനത് മുമ്പും കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ക്ഷേത്രങ്ങൾ ഞാൻ വേറെയും കണ്ടിട്ടുണ്ട്. ബംഗാളി സ്റ്റൈലിലുള്ള ക്ഷേത്രങ്ങൾ ബോംബെയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എനർജി നമുക്ക് ഒരിക്കലും അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ ഞാൻ ഈ പറഞ്ഞത് അന്ന് മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ പോലുള്ള ഒരുപാട് പൂജാ സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല. നമ്മളവിടെ ചെന്നിരിക്കുക, അവിടെ ധ്യാനം ചെയ്യുക, കുറച്ച് സമയം ഇരിക്കുക, ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഇതേ വേണ്ടൂ. നിങ്ങളുടെ ചാർജ് ഹൈയിലേക്ക് വരും. പിന്നെ നിങ്ങൾ അത് ഹൈ എന്ന് ഇപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് വന്നതാണ്, ഇന്ന് രാവിലെയാണ് എത്തിയത്. പക്ഷേ ഇപ്പോഴും എനിക്ക് ആ ഫീൽ എൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. ഉറക്കക്ഷനുണ്ടായിരുന്നു, രാത്രി മുഴുവൻ എയർപോർട്ടിലായിരുന്നു. ഇന്നലെ നൈറ്റ് മുഴുവൻ എയർപോർട്ടിലിരിക്കുകയായിരുന്നു. കാരണം രാത്രി 12:30 മണിക്ക് ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് രാവിലെ 8 മണിക്കായിരുന്നു ഫ്ലൈറ്റ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഫ്ലൈറ്റ് ഇല്ല അവിടെ കൊച്ചിയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എയർപോർട്ടിലെങ്കിൽ ഇരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഞാനപ്പോൾ നമ്മളുടെ പാക്കേജ് ചെയ്യുന്നവരോട് പറഞ്ഞു, ഇങ്ങനെ ഇത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ പറഞ്ഞു അതേ ടിക്കറ്റ് കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് അത് എടുത്തതെന്ന് പറഞ്ഞു. അത് നിങ്ങളും ശ്രദ്ധിക്കുക. മടങ്ങി വരുമ്പോൾ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് തന്നെ വരുന്ന രീതിയിൽ ടിക്കറ്റ് എടുത്ത് വരാൻ ശ്രമിക്കുക. അങ്ങനെ വെയിറ്റിംഗ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കക്ഷീണം ഉണ്ടാവും. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിലുള്ള ഒരു ഊർജ്ജം അത് ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ അമ്മയുടെ അനുഗ്രഹം ഇപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇങ്ങനത്തെ വീഡിയോസ്, ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ ഒരുപാട് എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനകത്ത് തെറ്റ് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ അതിനകത്തുള്ള നന്മ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എനിക്കതേ പറയാനുള്ളൂ. കാരണം ഇത്തരം എല്ലായിടത്തും ഉണ്ടാവും ഇതുപോലത്തെ ആളുകൾ വന്നിരുന്ന് ഓരോ ആവശ്യമില്ലാത്ത കമൻറ്റിലിടുന്നത്. അവർ വായ മുടിക്കിട്ടാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ അമ്മയുടെ കാര്യമാണ്, ദേവിയുടെ കാര്യത്തിലാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളത് ആലോചിക്കണം. അവിടെ തെറ്റ് ശരിയില്ല. അതിലുള്ള നന്മ, അതിലുള്ള ഊർജ്ജം, അതിനെപ്പറ്റി മാത്രം നിങ്ങൾ ചിന്തിക്കുക, അവിടെ പോകാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. നമ്മളുടെ വീഡിയോ കുറച്ച് ലോങ്ങായി പോകുന്നു എന്ന് തോന്നിയുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ പറയാം. നാളെ ഇടാം ബാക്കിയുള്ളത്. ഒറ്റയടിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത്ര സമയം ഉണ്ടാവില്ലെന്നറിയാം. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. നാളത്തെ വീഡിയോയിൽ സെക്കൻഡ് പാർട്ട് ഇടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.